വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 71-ാം തിരുവചനം. ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സക്കറിയ പുരോഹിതൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തൻ്റെ പ്രവചനാത്മകമായ സ്തുതികൾ തുടരുകയാണ്. ഇന്ന് ധ്യാനിക്കുന്നത് ശത്രുക്കളിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന കർത്താവിനെ പറ്റിയാണ്. ആരാണ് നമ്മെ വെറുക്കുന്നവരും നമ്മുടെ ശത്രുക്കളും? വളരെ വ്യക്തമായിട്ട് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, ഈ ശത്രുക്കൾ ജഡികരായ അല്ലെങ്കിൽ ജഡത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യരല്ല, ദൃശ്യരൂപികളായ ഒരു മനുഷ്യരെ പറ്റിയുമല്ല ഇത്തരം ശത്രുക്കൾ എന്ന് പറയുന്നത്. പിന്നെ ആരാണ് ഈ ശത്രുക്കൾ? ആത്മാവിന് എതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന അദൃശ്യരായ ശത്രുക്കളെ പറ്റിയാണ് പ്രതിപാദനം. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളെ പറ്റി പ്രതിപാദിക്കുന്നു. അത് ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ്. ആത്മാവിനെതിരെ പോരാടുന്ന ശത്രുക്കളാണത്. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെ തിരുവചനങ്ങളിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് ഈ ജഡിക പ്രവണതകൾ ഏതെല്ലാമെന്ന് വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. നാം അത് ധ്യാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിന് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നാം യുദ്ധം ചെയ്യുന്നത്. അതുപോലെ കൊരിന്തോസുകാർക്ക് എഴുതിയ പൗലോസ്ലീഹ എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല എന്ന് പറയുന്നു. അതേ അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിയമാവർത്തനം പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ നിനക്കെതിരെ വരുന്ന ശത്രുവിനെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. പ്രിയപ്പെട്ടവർ, ഈ വചനങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ശത്രുക്കള് ദൃശ്യരൂപികളായ ഏതെങ്കിലും മനുഷ്യരല്ല. പിന്നാരാണ് ഈ ശത്രുക്കള്? ആത്മാവിന് എതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ അടിമത്വങ്ങളാണത്. കത്തോലിക്ക സഭ ഇവയെ മൂലപാപങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയെ തോൽപ്പിക്കുവാൻ ഒരു സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് സാധിക്കില്ല. അദൃശ്യരൂപികളായ എന്നാൽ മനുഷ്യൻ്റെ മേൽ ഭരണം നടത്തുന്ന മൂലപാപ ശക്തികളുടെ വാഴ്ചകളെ ഒരു മനുഷ്യനും സ്വയം എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കില്ല. എത്രമാത്രം എതിർത്താലും വീണ്ടും വീണ്ടും പ്രവൃത്തികളിലൂടെ ഈ പാപം നമ്മിലുണ്ട് എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ പുതിയ ഒരു വാർത്ത നമുക്ക് ലഭിക്കുകയാണ്, ഒരു സുവിശേഷം നമുക്ക് ലഭിക്കുകയാണ്. ഈ ശത്രുക്കളെ തോൽപ്പിക്കുന്നതിനായിട്ട് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെ തിരുവചനങ്ങളിൽ മരുഭൂമിയിലെ പരീക്ഷയിൽ കർത്താവ് ഈ ശത്രുവിനെ തോൽപ്പിച്ചതായി നാം കാണുന്നു. അവനോട് ഐക്യപ്പെട്ടിരിക്കുന്നവര്, അവനോട് വിശ്വാസം വഴി ഒന്നായിരിക്കുന്നവര്, കൗദാശികമായി അവനിൽ ജീവിക്കുന്നവര് ഈ ശത്രുക്കളോട് പോരാടുകയും വിജയം വരികയും ചെയ്യും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.